നമസ്കാരം. ഉത്തർപ്രദേശിലെ അലിഗഡിൽ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ചുമരിൽ ഐ ലവ് മുഹമ്മദ്, ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് എഴുതി വെച്ചു. ആരെഴുതി വെച്ചതെന്നറിയോ? ജന്തുക്കൾ തന്നെ, ഹിന്ദുത്വവാദികൾ തന്നെ എഴുതി വെച്ചത്. പക്ഷെ അവർ പറഞ്ഞു വരുത്താൻ ശ്രമിച്ചത് അത് മുസ്ലിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് വരുത്താനാണ് ശ്രമിച്ചത്. ഇതെല്ലായിടത്തും നടമാടുന്നൊരു കാര്യമാണത്. കോയമ്പത്തൂർ പന്നിയിറച്ചി ബീഫ് വാങ്ങിച്ചിട്ട് ഒരു ഹിന്ദു ക്ഷേത്രം, അത് കോയമ്പത്തൂർ സെൻട്രലാണ്, ഒരു ഹിന്ദു ക്ഷേത്രത്തിന് മേലെ എറിഞ്ഞു. പക്ഷേ CCTV കാര്യം കണ്ടു. ഇയാൾ എവിടെ നിന്നാണ് ഈ സാധനം വാങ്ങിച്ചത് എല്ലാ ഡീറ്റെയിലും കിട്ടി. ആരായിരുന്നു? സ്വാഭാവികം ജന്തു തന്നെയായിരുന്നു, ജന്തുത്വവാദി തന്നെയായിരുന്നു. വളാഞ്ചേരിയിൽ ഒരുത്തൻ അവൻ തൂറി തന്നെ അവൻ്റെ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് കൊണ്ട് ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ പേരെ കൊണ്ടിട്ടു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും ശശികല ടീച്ചറടക്കം എല്ലാവരും ഭയങ്കര ലഹള, സുവർണാവസരമല്ലേ, ഉടനെ തന്നെ പ്രതിഷേധം, റാലി, ഇതിനൊക്കെയുള്ള ഒരുക്കം കൂട്ടി. പക്ഷേ പോലീസുകാർ കണ്ടെത്തി ഇത് ചെയ്ത് ആരായിരുന്നു അറിയോ? സ്വാഭാവികം ഒരു ജന്തുത്വവാദിയായിരുന്നു. ഇതും കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് നമുക്ക് പറയാൻ തോന്നുക? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി ഇത് പറയാൻ പാടില്ല, എന്നൊരു കാര്യം ചെയ്യാം. ഇങ്ങനെയുള്ള സംഭവങ്ങളെ ആസ്പദമായിട്ട് ഞാൻ പാട്ട് പാടാം. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി. കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ പാട്ട് പാടിയോണ്ട് കുഴപ്പമില്ലല്ലോ. അലിഗഡ് UP കേട്ടോ. നമ്മുടെ മഹാനായിട്ടുള്ള യോഗിയുടെ UP അലിഗഡിൽ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ചുമതല എഴുതി വെച്ചിരിക്കുക ഐ ലവ് മുഹമ്മദ്, ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു. ആരാ മുഹമ്മദിനെ സ്നേഹിക്കുന്നത്? മുസ്ലിങ്ങൾ. സംശയമുണ്ടോ? സംശയമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ടുവരണം, എന്നിട്ട് എന്ത് ചെയ്യണം? നല്ല ഇടി കൊടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ കയറ്റണം, എന്നിട്ട് എന്ത് ചെയ്യണം? കോടതിയിൽ കയറ്റണം, എന്നിട്ട് എന്തെങ്കിലും ജയിലിൽ കൊണ്ടുവിടണം. അവർക്ക് വല്ല ബിസിനസ് ആവണമെങ്കിൽ അതൊക്കെയും തല്ലി തകർക്കുകയും വേണം. നല്ല ഐഡിയ അല്ലേ? പക്ഷേ ചില നല്ലവരായിട്ടുള്ള മനുഷ്യന്മാർ എല്ലായിടത്തും ഉണ്ട്. ഹിന്ദുത്വവാദികളെ, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം രാജ്യദ്രോഹികൾ. അത് കോടതിയിലുണ്ട്, പോലീസിലുണ്ട്, നീതിന്യായ വകുപ്പിൽ എല്ലായിടത്തും ഉണ്ട്. അവർ പറയുന്ന രാജ്യദ്രോഹികൾ. ആ രാജ്യദ്രോഹികൾ അവരുടെ നീതി നിയമ പാലനം കൃത്യമായിട്ട് നടത്തി ഈ എഴുതി വെച്ചവനെ പിടിച്ചു. ജിഷാന്ത് സിംഗ് ജന്തുത്വവാദി, ആകാശ് സരസ്വത് ജന്തുത്വ മതക്കാരൻ, ദിലീപ് ശർമ്മ ജന്തുത്വ മതക്കാരൻ, അഭിഷേക് സരസ്വത്, അത് ഈ ആകാശ സരസിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായത് തന്നെയാണ് കേട്ടോ. അഭിഷേക് സരസ്വത് ജന്തുത്വ മതക്കാരൻ, ഇവരൊക്കെയാണ് അറസ്റ്റിലായത്. ഹിന്ദു മതമായിട്ട് യാതൊരു പുലബന്ധവും പോലില്ലാത്ത ഹിന്ദുത്വ മതക്കാർ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണല്ലോ അതൊക്കെ. കുറച്ച് കരി ഉണ്ടായിക്കഴിഞ്ഞാൽ രാത്രിയുടെ മറവിൽ പോയിട്ട് ഐ ലവ് മുഹമ്മദ് എന്ന് ക്ഷേത്രത്തിന് ചുമരിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം അവർ തന്നെ വന്ന് കാണിച്ചത് കണ്ടോ, കാര്യം കഴിഞ്ഞില്ല, ബാക്കി പിന്നെ ആൾക്കാർ ചെയ്തോളൂല്ലോ. ആ ഭാഗത്തുള്ള എല്ലാ മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, കൊച്ചുകുട്ടികളെ തലയടിച്ച് കൊല്ലുക, ആളുകളെ കൊല്ലുക, കാര്യം കുശാല്. അതിൻ്റെ പിന്നാലെ വരുമല്ലോ, വോട്ടും തേടി വരുമല്ലോ, വോട്ടിൻ്റെ പോളറൈസേഷൻ, അതിൻ്റെ ധ്രുവീകരണം. ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ട ആളുകളാണ് ഇതിൽ ഇരയായിട്ട് മാറുന്നത്. ഇത് കഴിഞ്ഞ് എത്ര കാലമായിട്ട് ഇവിടെ സംഭവിച്ച ഈ നരേന്ദ്രമോദി എന്ന നരാധമൻ അധികാരത്തിൽ വന്നത് മുതൽ കൃത്യമായിട്ട് തുടങ്ങി വെച്ചു. ഞാൻ മുമ്പുണ്ട്. അതിനുമുമ്പ് ഗോത്ര സംഭവങ്ങളൊക്കെ എന്തായിരുന്നു വാസ്തവത്തിൽ? അതിൻ്റെ തനിയാവർത്തനം ഇതൊക്കെ തന്നെയല്ല സംഭവിച്ചത്. ഇവരുടെ തലയിൽ കെട്ടിവെക്കും, പ്രശ്നങ്ങൾ ഇവരുടെ തലയിൽ കെട്ടിവെക്കും, അവരവർ ചെയ്യും, എന്നിട്ട് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കും. പ്രതികൾക്ക് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ബിസിനസ്സുകാരുമായിട്ട് തർക്കമുണ്ടായിരുന്നു ഈ ചെയ്ത തെമ്മാടികൾക്ക്. അതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു കാര്യം ചെയ്തു വെച്ചത്. CCTV ക്യാമറകൾ പരിശോധിച്ച് പ്രതികളെ കൃത്യമായിട്ട് കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ അവർ കുറ്റം സമ്മതിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കി കഴിഞ്ഞു. ഐ ലവ് മുഹമ്മദ് എഴുത്തുകൾ രൂപപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ. അപ്പോൾ ഈ സംഘർഷാവസ്ഥയായി
വളാഞ്ചേരിയിലുണ്ടായ സമയത്ത് ഇവൻ തൂറി തന്നെ അവിടെ കൊണ്ടിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ റാലി നടത്താനുള്ള പരിപാടി ഇട്ടു അവിടെ ശശികല ടീച്ചറെ പോലുള്ള ആളുകൾ. അപ്പോൾ അവിടെ സംഘർഷാവസ്ഥ, അതിനാണല്ലോ ഇത് ചെയ്യുന്നത്, സംഘർഷാവസ്ഥ അവിടെ രൂപപ്പെട്ടു. കർണി സേന എന്ന ഹിന്ദുത്വ സംഘടനയാണ് ഇതിന് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. അവരുടെ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ എന്ത് ചെയ്തു അറിയാമോ? അവർ വന്നു, അയ്യോ കഷ്ടമായി പോയി, നമ്മുടെ ദൈവത്തിൻ്റെ ആസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ അതാരാ ചെയ്തേ അറിയോ? പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു, അയാൾ പോയി പിടിച്ചു. എന്താണ് അതിൻ്റെ പേര്? മൗലവി മുസ്തഖീം. പിന്നെ ഇയാൾ ആരാ? ഗുൽ മുഹമ്മദ്. പിന്നെ ആ കടയിലിരിക്കുന്ന ആൾ ആരാ? സുലൈമാൻ. പിന്നെ ആരാ? ഇയാൾ അത് സോനു. പിന്നെ ആരാ? അല്ലാ ബക്ഷ്. പിന്നെ ആരാ? അവിടെ ഇരിക്കുന്ന രണ്ടാം നിലയിൽ താമസിക്കുന്നതാണ് ഹസൻ. പിന്നെ ആരാ? ഹമീദ്. പിന്നെ ആരാ? യൂസഫ്. അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തിയ സമയത്ത് ആ നാട്ടിലുള്ള CCTV ഉണ്ടല്ലോ, ആ സ്പോട്ടിലെ CCTV അപ്പുറത്തും ഇപ്പുറത്തുള്ള CCTV എല്ലാം പരതിയപ്പോൾ സംഭവം സത്യം പുറത്തായി. സത്യം പുറത്തു വന്ന സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന 5-8 മുസ്ലിം യുവാക്കളുണ്ടല്ലോ, അവരെല്ലാം പറഞ്ഞു വിട്ടു. അവരെയും കേസ് പിൻവലിക്കുന്നത് പറഞ്ഞു. പകരം ഈ ഹിന്ദുത്വ നായ്ക്കളെ പിടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു സംഭവത്തെ ആ ഒരു പർട്ടിക്കുലർ സംഭവം മാത്രമായിട്ട് ചുരുക്കി കാണേണ്ടതില്ല. ഇവിടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടക്കുന്ന ഒരുപാട് ഇത്തരം രീതികളിലുള്ള ഒരുപാട് സംഭവങ്ങളുടെ പിന്നാമ്പുറ കഥകൾ, ഇതുപോലെ തന്നെയുള്ള കഥകളാണ് നടക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കലാപങ്ങളും എന്ന് പറയാം, എല്ലാ കലാപങ്ങളും ഇതുപോലെ ആസൂത്രിതങ്ങളാണ്. സംഘപരിവാറുകാർ തങ്ങളുടെ വകതിരിവ് ലേശം പോലും തീണ്ടിയിട്ടില്ലാത്ത ചാണകത്തലകൾ അവരെ ഉപയോഗിച്ച് അവർക്ക് പൈസ കൊടുത്തും മറ്റുള്ള പ്രലോഭനങ്ങളാലെയും അവരെ കൂട്ടത്തിൽ നിർത്തിയിട്ട് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നു. ഇതിവിടെ ഗോത്ര അടക്കമുള്ള സ്ഥലത്തുണ്ടായ സംഭവങ്ങളായി പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് ഇറച്ചി കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ അവരുടെ പടിയിൽ ഇറച്ചി കൊണ്ട് കെട്ടിത്തൂക്കും. എന്നിട്ട് പറയുന്നത് പശുവിൻ്റെ ഇറച്ചിയാണ്. അവർ ഗോക്കളെ എവിടേക്കെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് ഇവിടെ നിന്ന് ഗോക്കളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പറയുന്നത് ഗോക്കളെ കൊല്ലാൻ കൊണ്ടുപോകുന്നത്, അവിടെ അവരെ പണി തരും. ഇതുപോലെയുള്ള കൂട്ടക്കൊലകൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ അത് നിരക്കപ്പരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വാസ്തവത്തിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ്. പലരും റിപ്പോർട്ട് ചെയ്യാൻ ഹൈലി റിമോട്ടായിട്ട് സ്ഥലങ്ങളൊക്കെയാണ് ബീഹാർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നും ബഗാസുരൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവിടെ ഉള്ളത്. ആരോ ഒരാൾ പറഞ്ഞാൽ വഴി കൂടെ നടന്നു പോകുമ്പോൾ അവിടെ കൈ എടുക്കുന്നു. അപ്പോൾ അയാൾ അയ്യോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞോത്രേ, കൂട്ടാളിയോട് പറഞ്ഞോത്രേ, ഈ ഭയപ്പെടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ തല കിടക്കണ കാണാമെന്ന്. അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പം അത്തരം സ്ഥലങ്ങളിൽ അത് നടക്കുന്ന സംഭവങ്ങൾ, അവിടെ പത്രമില്ല, റേഡിയോ ഇല്ല. ഈ അടുത്ത കാലത്താണ് മഹാത്മാഗാന്ധിയെ ഒരാൾ കൊന്നു, അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് അവിടെ ലഹളി ഉണ്ടായത്. മഹാത്മാഗാന്ധിയെ കൊന്ന ആളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അവിടെ ലഹളി ഉണ്ടായത്. അതാണ് അവിടുത്തെ സ്ഥിതി. ഇന്നും ഇരുണ്ട ഭൂഖണ്ഡമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ലോകം അറിയുന്ന തുച്ഛം ചില കാര്യങ്ങൾ മാത്രമാണ് ലോകം അറിയുന്നത്. ഇവിടെ ഇവരെ പ്രധാന പരിപാടി ഇത്തരം കാര്യങ്ങൾ ഈ രീതിയിൽ. ഇപ്പോൾ നമ്മുടെ കോയമ്പത്തൂരിൻ്റെ സംഭവം നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. ചില ഉദാഹരണങ്ങൾ പറയാണ്. അവിടെ കടയിൽ നിന്ന് ബീഫാണോ പന്നിയിറച്ചിയാണെന്ന് അറിയില്ല, വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ടു. അത് കോയമ്പത്തൂർ സെൻട്രൽ തന്നെയുള്ള അമ്പലത്തിലാണ്. അത് കൊണ്ടിട്ടതിന് ശേഷം അവിടെ ലഹള നടക്കുന്നതിന് മുമ്പ് തന്നെ അത് കോയമ്പത്തൂർ തൊട്ടാപ്പൊട്ടും ബബ്ലൂസ് മൊട്ടാവാൻ പോലെ കോയമ്പത്തൂരിൻ്റെ കാര്യം ഇരിക്കുന്നത്. മുസ്ലിങ്ങളുണ്ട് അവിടെ, ഹിന്ദുക്കളുണ്ട് അവിടെ. ആയതുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിൽ ഹൈലി അലർട്ടഡായി അവർ അന്വേഷണം നടത്തിയ സമയത്ത് അവിടെ കൊണ്ടിട്ടുള്ളത് ഈ ജന്തുത്വ പാർട്ടി എടുത്തനാണ് അവിടെ കൊണ്ടിട്ടുള്ളത്. ഹിന്ദുത്വവാദി അവിടെയാണ് കൊണ്ടിട്ടുള്ളത്. അവൻ എവിടെ നിന്നാണ് ഈ ഇറച്ചി വാങ്ങിച്ചത്, എത്ര കിലോ ഇറച്ചി വാങ്ങിച്ചു, എത്ര പൊതിയാക്കി മാത്രമേ ഏത് സമയത്ത് അവിടെ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു. ഇത് തന്നെയാണ് വളാഞ്ചേരിയിൽ സംഭവിച്ചത്. വളാഞ്ചേരിയിൽ അവൻ വിസർജിച്ചത്, ഈ ഹിന്ദുത്വവാദി വിസർജിച്ചത്
അവൻ തന്നെ പൊതികെട്ടി അവൻ തന്നെ അവിടെ ഒരു അമ്പലത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ തലയിൽ കൊണ്ടിട്ടു. പിറ്റേ ദിവസം കണ്ട സമയത്ത് കാണുന്നതാണ് അശ്വീകർത്ത് മാറുന്ന നമ്പൂരി പൂജിക്കാൻ വന്ന സമയത്ത് പൂജാരി പൂജിക്കാൻ വന്നപ്പോൾ കാണുന്നതാണ്. ഒട്ടനെ തന്നെ അവിടെ ലഹള ആരംഭിച്ചു. അതായത് അത് എങ്ങനെയുണ്ടായത്, ആരുണ്ടാക്കി, എന്താ ഇതിൻ്റെ പുറകെന്ന് അതൊന്നും അറിയാൻ ശ്രമിച്ചില്ല. അപ്പോഴേ തന്നെ അത് സുവർണാവസരമായിട്ട് കണ്ട് ശശികല ടീച്ചർ അടക്കമുള്ള ആൾക്കാരവിടെ വന്ന് വളഞ്ചേരിയിൽ വന്ന് ഉടനെ തന്നെ അവിടെ സമരത്തിനുള്ള കോപ്പ് കൂട്ടി. അവിടെ ഉടനെ തന്നെ റാലികളും മറ്റുള്ള കാര്യങ്ങൾക്ക് കലാപത്തിനുള്ള അവിടെ കോപ്പ് കൂട്ടി. പക്ഷേ പോലീസ് ഉയർന്ന് പ്രവർത്തിച്ചു, ആളെ പിടിച്ചു. നോക്കിയപ്പോൾ എന്താ, ഇവൻ തന്നെയാണ് അവൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ഹിന്ദുത്വവാദി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആയതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ, ഈ കാര്യങ്ങൾ, ഇത് ആസൂത്രിതമായിട്ട് ചെയ്യുന്നതിൻ്റെ പുറയിലുള്ള രഹസ്യം മുസ്ലിം, അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുക. ആദ്യം അത് കണ്ട് രസിക്കുക, തല്ലും അടിയും കണ്ട് രസിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ അവർ ചെയ്യുന്ന വലിയൊരു കാര്യമുണ്ട്. അവിടെയുള്ള വ്യക്തികളെ ഹത്യ ചെയ്യുന്നതിലുപരിയായിട്ട് അവരുടെ സാമ്പത്തിക ഹത്യ, അതിനുവേണ്ടി അവർക്കുള്ള ചെറുതും വലുതായിട്ടുള്ള കടകൾ തീവയ്ക്കുക. അതാണ് പ്രധാന പരിപാടി. ഗുജറാത്തിൽ നടന്നിട്ടുള്ള പ്രധാന പരിപാടി അതാണ്. 2000-ൽ പരം കടകളാണ് അവിടെ കത്തിച്ചു കളഞ്ഞത്. അവരുടെ സാമ്പത്തികം തകർക്കുക എന്നുള്ളതാണ്. ആളുകളെ തകർക്കുന്നതിന് ഉപരിയായിട്ട് സാമ്പത്തികം തകർക്കുക എന്നുള്ളതാണ്. അതാണ് പ്രധാന പരിപാടി. ആദ്യം കടകൾ തകർക്കുന്നു, സാമ്പത്തിക തകർച്ചയോടാക്കി വയ്ക്കുന്നു, അതിനുശേഷം ഇസ്ലാമോഫോബിയ. അവരെ മുസ്ലിം വിരുദ്ധ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ തയ്യാറാക്കുന്നു. അവരെ തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കുന്നു. മുസ്ലിം വിപത്ത് തടയാൻ അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ഹിന്ദുക്കളെ ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളേണ്ടതുണ്ട്. ഏതാണ് പ്രഖ്യാപിക്കുകയാണ്. പിന്നെ അത് കേരളത്തിലും അത് കാണാം നമുക്ക്. അവരുടെ പരമമായ ലക്ഷ്യം എന്താണ്? വോട്ട് ബാങ്ക്, അതിൻ്റെ പോളറൈസേഷൻ, അതിനെ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുക, അതിലൂടെ അധികാരം പിടിച്ചെടുക്കുക. അതിൻ്റെ ഗുണം എന്താണ്? ഇങ്ങനെ അധികാരം പിടിച്ചെടുത്ത് ഇവിടുത്തെ ഈ ഹിന്ദുത്വവാദികൾ പറഞ്ഞു പറ്റുന്നത് നമ്മളുടെ ദേശം, അത് നമ്മളുടെ അധീനതയിൽപ്പെട്ടതാണ്, നമ്മളാണ് അതിൻ്റെ അധികാരികൾ, നമ്മളാണ് അതിൻ്റെ യജമാനന്മാരെന്ന് കേട്ട് കുറേ ഹിന്ദുക്കൾ അവിടെ കൊണ്ട് വോട്ട് ചെയ്യും. കുറേ ആൾക്കാർ അതിൻ്റെ പുറകിൽ കൂടും. പക്ഷേ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഗുണം കിട്ടാൻ പോകുന്ന ഇന്ത്യയിലെ ഏറി വന്ന 1500-2000 വരുന്ന ഒരു കൂട്ടം ആളുകൾക്ക്, ഈ 140 കോടിയിൽ 1000-2000 പേർക്കാണ് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത്. ബാക്കിയുള്ളവർക്ക് കിട്ടും. എന്താണ്? അവർ അതിൻ്റെ മാംസമായിട്ടുള്ള ഭാഗം തിന്നതിന് ശേഷം എല്ലും കഷ്ണം നാട്ടുകാർക്ക് കിട്ടും. അദാനി, അംബാനി, ഇങ്ങനെ ഈ പട്ടികയിൽ പെടുന്ന ഒരു 1500-2000 പേർക്ക് വലുതും ചെറുതുമായിട്ടുള്ള ഗുണങ്ങൾ അവർക്ക് കിട്ടുമെന്നർത്ഥം. പൂർണ്ണമായിട്ടുള്ള നഷ്ടമാർക്കാണ് മുസ്ലിങ്ങൾക്ക്, മറ്റൊരു നഷ്ടമാർക്കാണ് മൊത്തം ഈ രാജ്യത്തിന് ചീത്തപ്പേരുണ്ടാകുകയല്ലേ. ഇത് തന്നെ ഇത് ചെയ്യുന്ന ചാണകത്തലയന്മാർക്ക്, ഈ സംഘി പണ്ടാരങ്ങൾക്കെതിരെ പോലീസ് ഇല്ല, FIR ഇല്ല, കോർട്ട് ഇല്ല, ജയില് ഇല്ല, ശിക്ഷ ഇല്ല. പക്ഷേ ചിലപ്പോൾ നടക്കുന്ന ചില സംഭവത്തിൽ സത്യസന്ധമായിട്ട് നീതിയോടൊപ്പം നിന്ന ചില ആളുകളുണ്ട്. പല കോടതികൾ, പല ജഡ്ജിമാരും, പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും, ഉദ്യോഗസ്ഥന്മാരും ഇവരൊക്കെയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ നടക്കുന്ന സംഭവത്തിൻ്റെ നിജമായിട്ടുള്ള നിജസ്ഥിതി, യഥാർത്ഥ വസ്തുത പുറത്തു വരുന്നത്. അങ്ങനെ പുറത്തു വരുമ്പോൾ നമുക്കെല്ലാം സന്തോഷമാണത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിന് ചവിട്ടും കൂട്ടും കിട്ടാതെ അവർ രക്ഷപ്പെട്ടല്ലോ, ആ ഒരു ആശ്വാസം കൂടിയുണ്ട്. പക്ഷെ അതിൻ്റെ ഈ കാര്യം തെളിയിക്കാൻ നടന്ന ആൾക്കാരുടെ കാര്യം കഷ്ടം. പിന്നെ കാരണം എന്താണ്? അവരെ നോട്ടം വയ്ക്കും, കുറഞ്ഞത് അവരെ പ്രൊമോഷനെങ്കിലും അവർ വിട്ടും എന്നർത്ഥം. ചെയ്യുന്നത് ഹിന്ദുമതവുമായിട്ട് പുലബന്ധവുമില്ലാത്ത ഹിന്ദുമതക്കാരാണ്. ഇതിൻ്റെ നിജസ്ഥിതി വെളിവിൽ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി എന്താണ്? അവരെ രാജ്യദ്രോഹികളായിട്ട് പ്രഖ്യാപിക്കും. അത് കോടതി ജഡ്ജിമാരാണെങ്കിൽ പോലും അതെ, മന്ത്രിമാരാണെങ്കിൽ പോലും അതെ, പണ്ടത്തെ സ്പീക്കർ, ആ സ്പീക്കർ ഇപ്പോൾ എവിടെയാണെന്ന് തന്നെ അറിയില്ല, ഇപ്പോഴുള്ള സ്പീക്കർക്ക് തൊട്ട് മുമ്പുള്ള സ്പീക്കർ. അപ്പോൾ ഏത് പൊസിഷനിലുള്ള ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും അവരാദ്യം തന്നെ എന്തായിട്ട് പ്രഖ്യാപിക്കും? രാജ്യദ്രോഹികളായിട്ട് പ്രഖ്യാപിക്കും എന്നർത്ഥം. പിന്നെ അതിൻ്റെ പുറകിൽ അവരുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കുന്നിടത്തോളം വരെ കാര്യങ്ങളെത്തും. അവരെ കരിയർ മുഴുവനും ഇവിടെ മുട്ടിപ്പോകും. ആയതുകൊണ്ട് തന്നെ ഇന്ന് ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥന്മാർ, കോടതിമാർ, വക്കീൽമാർ, പോലീസുകാർ, അതുപോലെ തന്നെ ജഡ്ജിമാരൊക്കെ എന്താ ചെയ്യുന്നത്? കണ്ടില്ല കേട്ടില്ല എന്നടിക്കും.
സത്യം അവർക്ക് അറിയാമെങ്കിൽ പോലും മനസ്സില്ലാ മനസ്സോടുകൂടി അസത്യത്തിനൊപ്പം ചേർന്ന് കാരണം അവർക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. സന്യാസിമാരല്ലോ, വരുന്ന വരട്ടെ പറയുന്ന സന്യാസിമാരല്ലോ. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണ്? ഈ ഹിന്ദുത്വവാദികൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പരിണിതഫലം എല്ലാ ഹിന്ദുക്കളും അനുഭവിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും സങ്കടം പറഞ്ഞ ഗതികേട് വരികയാണ്. ഇത് പുറം രാജ്യക്കാർക്ക് അറിയില്ലല്ലോ. ഇവിടുന്ന് പുറത്തു പോകുന്ന ആൾക്കാരുണ്ട്, പുറം രാജ്യക്കാർക്ക് അറിയില്ല ഹിന്ദു എന്ത്, ഹിന്ദുത്വവാദം എന്ത് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെ ഇവർ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ചവിട്ടിക്കൂട്ടുന്നു. ഹിന്ദുക്കൾ ഇവിടെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ലഹളയുണ്ടാക്കുന്നു. ഉടനെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, മറ്റേ അയർലാൻഡിലൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവിടെ ഉള്ള ആളുകളെ മുഴുവൻ അവിടെ പറഞ്ഞു വിടുകയാണ്. അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, അവർ കൺട്രി ഈസ് ഫുൾ, ഞങ്ങളുടെ കൺട്രി ഫുള്ളായി കഴിഞ്ഞു, അവിടെ ഫില്ലായി കഴിഞ്ഞു, ഇനി ഇവിടെ നോ വേക്കൻസി, എല്ലാവരും ഇവിടുത്തെ ഗോ ഹോം എന്നാണ് പറയുന്നത്, എല്ലാവരും വീട്ടിൽ നിന്ന് പോകാനാണ് പറയുന്നത്. അതുപോലെ തന്നെ UK, കാനഡ, എന്തിന് അമേരിക്കയിൽ വരുന്ന ഓരോ നിയമവും അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യക്കാരെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. യൂറോപ്പിലേക്ക് ഇനി കടക്കാൻ കഴിയാത്ത സാഹചര്യം. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ അറിയുന്നുണ്ടല്ലോ. പണ്ടത്തെ പോലെ അല്ലല്ലോ. ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ കിട്ടാൻ വേണ്ടി 25 ദിവസമാണ്. അവിടെ നിന്ന് തിരിച്ചൊരു ലെറ്റർ അയച്ചാൽ ഇവിടെ കിട്ടാൻ വേണ്ടി 30 ദിവസമാണ്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്ന കാലത്ത് എഴുന്നേറ്റ് അമ്മേ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കുക അമ്മേ, അപ്പം അമ്മ ഇവിടുന്ന് റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നു അമേരിക്കയിലേക്ക്. ഇതൊക്കെയാണ് ഇന്നത്തെ സ്ഥിതി. ആയതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പുറത്ത് അറിയുന്നുണ്ട്. ഇനിയിപ്പോൾ ആകെ കൂടി ബാക്കിയുള്ളത് ഓസ്ട്രേലിയ പോയി, ന്യൂസിലാൻഡ് പോയി, യൂറോപ്യൻ കൺട്രീസ് പോയി, കാനഡ പോയി, അമേരിക്കയിലത്തെ കാര്യം ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. ഓരോന്നോരോന്നോ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അയർലാൻഡിൽ അങ്ങനെയല്ല, തല്ല് തന്നെയാണ്. UK തല്ല് തന്നെയാണ്. ഈ ഹിന്ദുത്വ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും ആചാര ഉപചാരങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അവരപ്പോൾ ചവിട്ടി കൂട്ടും. അവർക്ക് ഇഷ്ടമല്ല അത്. ഇനി അവരുടെ രീതിയിൽ താമസിക്കാൻ, അവരുടെ രീതി, അവരുടെ സംസ്കാരം, അവരുടെ രീതി, അവരുടെ ഭാഷ, ഇനി ആ രീതിയിലാണെങ്കിലും അവർക്ക് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തേക്ക് പോ എന്ന് പറയുന്ന അവസ്ഥ വരുത്തി വെച്ചതിൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന സംഖ്യഭണ്ഡാരങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ഒരർത്ഥത്തിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ പരിണിതഫലമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റാണ് ഈ അയർലൻഡ്, UK, കാനഡ, US അവിടെ നടക്കുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആയി കൂടിയുള്ളത് നമുക്ക് ചെന്ന് നിൽക്കാൻ കഴിയുന്ന, എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, ജോലി ചെയ്ത് നമുക്ക് ശമ്പളം വാങ്ങിച്ച് കുടുംബം നോക്കി കൊണ്ടുനടക്കാൻ കഴിയുന്ന ആയി കൂടിയുള്ളത് അറേബ്യൻ കൺട്രീസാണ്. പക്ഷെ ഇവിടെ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് എതിരെ എന്നെങ്കിലും അറേബ്യൻ കൺട്രീസിലെ അവിടുത്തെ രാജാക്കന്മാർ അവരെങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വിദേശത്തേക്ക് പോയിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ അല്ലെങ്കിൽ ഹിന്ദുക്കളാണെന്നോ അവർ നോക്കില്ല. എല്ലാം ഹിന്ദിയാണോ മറ്റോ പറയും അവരുടെ ഭാഷയിൽ പറയും. എല്ലാ ഹിന്ദിക്കാരും, എല്ലാ ഇന്ത്യൻസ് എല്ലാവരും പോകുന്നു പറയും. അല്ല ഞാൻ മുസ്ലിം ആണെന്ന് പറയാം, എല്ലാം പോകുന്നു പറയും ഇവിടുന്ന്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. എന്നാണ് UAE അടക്കമുള്ള ഖത്തർ അടക്കമുള്ള ബഹ്റൈനും സൗദി അറേബ്യയും കുവൈറ്റും എല്ലാം ലോക്ക് ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. ഈ രീതിയിലെ പ്രവർത്തനം തുടരുകയാണെങ്കിൽ ചിലപ്പോൾ അതും ലോക്കഡായി പോകും. പിന്നെ ഇവിടെ വന്നാൽ മണ്ണ് തിന്ന് ജീവിക്കാവുന്ന ഒരു അവസ്ഥ എത്തും. പിന്നെ അവസാനം ഒന്ന് പറയാനുള്ളത്, എവിടെയെങ്കിലും ഒരു അമ്പലത്തിൻ്റെ മേലെ ചെളി വാരി എറിഞ്ഞാൽ, എവിടെ ഒരു അമ്പലത്തിൽ, ഇതിപ്പോൾ അമ്പലത്തിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുക ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എഴുതി വെച്ചുള്ളതെന്ന് അറിയാമോ? ഈ സംഖ്യഭണ്ഡാരങ്ങൾ. അത് മുഹമ്മദിനോട് സ്നേഹം കൊണ്ടല്ല, ഈ പ്രവാചകൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളെ ഏതെങ്കിലും രീതിയിൽ തല്ലി തകർക്കണം. അതിനുവേണ്ടി കണ്ടെത്തിയ വഴിയാണത്. ഏറ്റവും വൃത്തികെട്ട വഴി, ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള വഴി. ഒരു കാര്യം നമ്മൾ കാണാപ്പണം പഠിച്ചിരിക്കണം. ഒരു ദേവാലയത്തെയും, അത് ക്രിസ്ത്യൻ ദേവാലയമാകട്ടെ, ഹിന്ദു ദേവാലയമാകട്ടെ, അതല്ലെങ്കിൽ അവരുടെ ദേവാലയത്തിൽ വിവിധ ഗ്രൂപ്പുകളുടെ ദേവാലയമാകട്ടെ, ദേവാലയം തൊട്ട് കളിക്കില്ല ആര്? മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ. അവർ ഇടപഴകിയാണ് ജീവിച്ചത്. ഒരിക്കൽ പോലും മുഗളന്മാരിവിടെ ഭരിച്ചല്ലോ, ടിപ്പു സുൽത്താൻ ഭരിച്ചല്ലോ, ഒരു ക്ഷേത്രത്തിന് മേലെ കൈവച്ചില്ലല്ലോ. അവർ പറഞ്ഞു പരത്തുന്നുണ്ട്. ഒരു ക്ഷേത്രത്തിന് മേലെ അവർ കൈവച്ചില്ലേ. കാരണം എന്താണ്? അവരുടെ അടിസ്ഥാന തത്വം അതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. അവരെല്ലാ മതത്തെയും അംഗീകരിക്കുന്നു. അവരുടെ മതത്തെ അവർ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ മേലെയും അവർ അനാവശ്യമായിട്ട് വിരൽ ചൂണ്ടില്ല. ആ ഹിന്ദു ക്ഷേത്രത്തെ കാണുന്ന സമയത്ത് അവരുടെ മുഖത്തൊരു അസഹിഷ്ണുത ഉണ്ടാവില്ല. അവിടെ ഇരിക്കുന്നതും അവരെന്ത് പറയും? അവിടെ ഇരിക്കുന്നത് അല്ലാഹുവാണ്. ആ ഒരു സങ്കല്പമാണ് അവർ വെച്ച് പുലർത്തുന്നത്. ഒരിക്കൽ പോലും ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഒരു സെൻറ്റൻസ് അടിവരയിട്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഹിന്ദു ദേവാലയത്തുമേ ഒരു കാരണവശാലും അവർ വിരൽ ചൂണ്ടില്ല.
ഒരു പിടി മണ്ണ് വലിച്ച് ആ ഹിന്ദു ദേവാലയത്തിൻ്റെ ഭൂമിയിലേക്ക് അവർ വലിച്ചെറിയുകയും ചെയ്യില്ല. അങ്ങനെയുള്ളവരല്ല മുസ്ലിങ്ങൾ. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മനസ്സിലാക്കിക്കോ ഇത് ഇവന്മാർ ചെയ്തതാണ്, ഈ ഹിന്ദുത്വ കുറുവടികൾ ചെയ്തതാണ്, അപ്പം തന്നെ മനസ്സിലാക്കിക്കോ. നമസ്കാരം.